KPMS 409 നമ്പർ പഴന്തോട്ടം ശാഖ നിർമ്മിച്ച മഹാത്മാ അയ്യൻകാളിയുടെ അർദ്ധകായ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനവും മണ്ഡപ സമർപ്പണവും നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി പഴന്തോട്ടം കവലയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ശാഖാമന്ദിരത്തിൽ സമാപിച്ചു. ഉടമണി കെട്ടിയ വണ്ടിയിലേറി വരുന്നു അയ്യൻകാളി, അൻപിൻ തിരയായി അഗ്നിക്കാറ്റായി അജയ്യനയ്യൻകാളി. തകർത്തെറിഞ്ഞു സമരത്തീയിൽ കാലം കെട്ടൊരു ചങ്ങലകൾ, ഉയർന്നു വന്നു സൗഹാർദ്ദത്തിൻ മകുടം ചാർത്തിയ സ്വാതന്ത്ര്യം. മുട്ടിപ്പുല്ലിൻ അറിവിൻ പാടം പൂത്തുനിറച്ചത് നീയല്ലോ, പൊതുവഴി നൽകി ദിക്കുകൾ കാട്ടി മുൻപേ പോയതു നീയല്ലോ. തുടർന്ന് KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ലഹളത്തിയിൽ ചോര പതിഞ്ഞൊരു കാലം, അക്ഷരജ്വാലകൾ ഉയർന്നു പാറിയ വെങ്ങാനൂരിലെ മണ്ണിൽ കല്ലിൻ മാലകൾ അറുത്തു മാറ്റിയ മറ്റൊരു മാനവ വിജയം. ഉയർന്ന വാനിൽ അക്ഷരവീര്യം മറച്ചു മാറിൻ മാനം. സംഘബലങ്ങൾ അറിവിൻ പേരിൽ നിറയും നാളെ പടപൊരുതാൻ, കവർന്ന നന്മകൾ നേടിയെടുക്കാൻ വരുന്നു കൽപ്പിതനാഥൻ. മതേതരത്വത്തിന് കോട്ടം തട്ടുന്ന വിധം കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം മലിനമായെന്ന് പുന്നല ശ്രീകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളീയ നവോത്ഥാനത്തിന്റെ പിതൃസ്ഥാനത്ത് നമ്മൾ കൽപ്പിക്കുന്ന ഒരു ശ്രീനാരായണ ഗുരു ഇനി വരുമോ? ചട്ടമ്പിസ്വാമി വരുമോ? അയ്യൻകാളി വരുമോ? VT ഭട്ടതിരിപ്പാട് വരുമോ? വക്കം മൗലവി വരുമോ? ചാവറയച്ചൻ വരുമോ? ഇനി അങ്ങനെ ഒരാൾ വരുമോ? അവർ പകർന്നു നൽകിയ ഊർജവും അവർ നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള അവരുടെ വളരെ തീഷ്ണമായ വിപ്ലവം തുടിക്കുന്ന അവരുടെ ആപ്തവാക്യങ്ങൾ ഈ നാടിനെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ചേർത്ത് വെക്കാനേ നമുക്ക് കഴിയും. മതേതരമായ ഒരു സമീപനം അയ്യൻകാളിയുടെ ഈ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. ആ മാതൃക ഈ നാട് കാണിച്ചു എന്നാണ് പറയുന്നത്. KPMS അവിടെയാണ് നിൽക്കുന്നത്. മതേതരത്വം എന്ന് നമ്മൾ പറയുന്നത് മതത്തെയും അധികാരത്തെയും വേർതിരിക്കുന്ന സങ്കല്പമാണ് മതേതരത്വം. അത് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ മതേതരത്വത്തെ പൊതുകാര്യങ്ങളിൽ നിന്ന് മതത്തെ നിരാകരിക്കുന്ന തത്വശാസ്ത്രമാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പൊ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏപ്രിൽ 19 തുടങ്ങി ജൂൺ 1 അവസാനിക്കുന്നത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്തതിന് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നമ്മുടെ സമൂഹത്തിൽ അതിന്റെ വിഷലിപ്തമായ ആ അന്തരീക്ഷത്തിലെ വിഷധൂമകൾ ഇപ്പോഴും മാറിപ്പോയിട്ടില്ല. മണലിന്റെ കിരികിരിപ്പ് പോലെ മതവൈര്യത്തിന്റെ സ്പർദ്ധ ഉണർത്തുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലം, കേരളത്തിന്റെ സാംസ്കാരിക പരിസരം മലീമസമായി. ശാഖാ പ്രസിഡന്റ് NC സുനിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ലാൽകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി PV ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം MK വേലായുധൻ, പഞ്ചായത്ത് അംഗങ്ങളായ സത്യപ്രകാശ്, AB മാത്യു, പൊതുപ്രവർത്തകനായ TM വർഗീസ്, സിനിമാ താരം സുമേഷ് ചന്ദ്രൻ, KPMS യൂണിയൻ സെക്രട്ടറി പ്രതീഷ് തങ്കപ്പൻ, ശാഖാ സെക്രട്ടറി ശശികുമാർ KC, ട്രഷറർ NC രാഹുൽ, ചെയർമാൻ MK ശിവദാസ്, പ്രോഗ്രാം രക്ഷാധികാരി TK സത്യൻ, ചീഫ് കോർഡിനേറ്റർ PC രാജൻ, കോർഡിനേറ്റർ മിനി ശിവദാസ്, ജനറൽ കൺവീനർ രാജു നടകട്ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രതിമയുടെയും മണ്ഡപത്തിന്റെയും ഉൾപ്പെടെ 10 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പൂർത്തീകരിച്ചത്. രാജു തൃക്കാക്കരയാണ് പ്രതിമയുടെ മുഖ്യ ശില്പി. 100 കിലോ ഭാരമുള്ളതാണ് അയ്യൻകാളിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ് കേരള.